രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ലെവൽ പ്ലേ ഗ്രൗണ്ട്, തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ കൂടി അല്ലാതെ വേറൊരു മാർഗത്തിൽ കൂടി അധികാരത്തിൽ വരാൻ കഴിയില്ല. അത് അംഗീകരിച്ചിട്ടുള്ള പാർട്ടിയുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെ. ആദ്യം അതിനെയൊക്കെ നിഷേധിച്ചവരും ഇപ്പോൾ എല്ലാവരും അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ലെവൽ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവുന്നില്ല എന്ന വിമർശനം ലാ കമ്മീഷൻ്റെ നിരവധി യോഗങ്ങളിൽ ഉണ്ടായി. അങ്ങനെയാണ് 1998 ശ്രീ A.B. വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രിയും ശ്രീ ലാൽ കിഷോർ അദ്വാനി LK അദ്വാനി ആഭ്യന്തരമന്ത്രിയും ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് ഗവൺമെൻറ് ഫണ്ട് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷനെ വെക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഞാനിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, എൻ്റയർ ഇലക്ഷൻ റിഫോമിന് വേണ്ടിയുള്ള കമ്മീഷനായിരുന്നില്ല ആ കമ്മീഷൻ. ഓൺലി ഫോർ സ്റ്റേറ്റ് ഫണ്ടിങ് ഫോർ ഇലക്ഷൻ. തെരഞ്ഞെടുപ്പിന് ഗവൺമെൻറ്റിൻ്റെ പണം വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിമിതമായ ഒരു റഫറൻസ് മാത്രമേ അവർക്ക് കൊടുത്തിരുന്നുള്ളൂ. അങ്ങനെ നിയമിക്കപ്പെട്ട 98 കമ്മിറ്റിയാണ് ഇന്ദ്രജിത് ഗുപ്ത കൺവീനറും ഡോക്ടർ മൻമോഹൻ സിംഗ്, ദിഗ്വിജയ് സിംഗ്, സോമനാഥ് ചാറ്റർജി, അങ്ങനെ 7 പേരുള്ളൊരു കമ്മിറ്റി എടുത്തിട്ട് 8ാമത് റാം ഗോപാൽ യാദവ്, നമ്മുടെ മുലായം സിംഗ് യാദവിൻ്റെ സഹോദരൻ, അയാളന്ന് MP ആയിരുന്നു, അദ്ദേഹത്തെ കൂടെ ചേർത്ത് 8 പേരുള്ള ഒരു ഇന്ദ്രജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയെ അന്നത്തെ ഗവൺമെൻറ് നിയോഗിച്ചു. ആ കമ്മിറ്റി 98 ഡിസംബറിൽ സ്റ്റേറ്റ് ഫണ്ടിങ് ഓഫ് ഇലക്ഷൻ എന്നുള്ള നിലയിൽ അവരുടെ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയുണ്ടായി. അതിൽ ഇന്ദ്രജിത്തിൻ്റെ കമ്മിറ്റി ഏറ്റവും പ്രധാനമായി ഉദ്ദേശിച്ചതും ലെവൽ പ്ലേ ഗ്രൗണ്ട് ഫോർ ദി നാഷണൽ പാർട്ടീസ് ആൻഡ് സ്റ്റേറ്റ് പാർട്ടീസ്, ദേശീയ പാർട്ടികൾക്കും സംസ്ഥാന പാർട്ടികൾക്കും തുല്യമായ ഒരു പരിഗണന അതിൽ കിട്ടണം. അതിൽ ഇന്ദ്രജിത്തിൻ്റെ കമ്മിറ്റി ശുപാർശ ചെയ്തത്, ഒന്ന്, സ്റ്റേറ്റ് ഫണ്ടിങ്, ഗവൺമെൻറ്റിൻ്റെ ധനസഹായം തെരഞ്ഞെടുപ്പിൽ അത് നാഷണൽ പാർട്ടികൾക്കും സ്റ്റേറ്റ് പാർട്ടികൾക്കും മാത്രമേ ആകാവൂ, അല്ലാതെ സ്വതന്ത്രന്മാരായിട്ട് വരുന്ന എല്ലാവർക്കും അത് കൊടുക്കാൻ പാടില്ല. ദേശീയ പാർട്ടികൾക്കും സംസ്ഥാന പാർട്ടികൾക്കും മാത്രമായി സ്റ്റേറ്റ് ഫണ്ടിങ് പരിമിതപ്പെടുത്തും. 2, സ്റ്റേറ്റ് ഫണ്ടിങ് എന്ന് പറയുമ്പോൾ ദേശീയ പാർട്ടിയായാലും സംസ്ഥാന പാർട്ടിയായാലും അവർക്ക് ക്യാഷായിട്ട് കൊടുക്കുക എന്നല്ല, പകരം അത് കൈൻഡായിട്ട് മെറ്റീരിയൽസ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പോസ്റ്റർ അടിക്കുന്നതിന്, അവരുടെ ചിഹ്നങ്ങൾ ഒക്കെ അടിക്കുന്നതിന്, മീറ്റിങ്ങുകൾ നടത്തുന്നതിന്, അതൊക്കെയുള്ള കാര്യത്തിന് ഗവൺമെൻറ് അതിൻ്റെ സഹായം ചെയ്തു കൊടുക്കുക, എല്ലാവർക്കും തുല്യമായ നിലയിൽ. അപ്പോൾ ആരും പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് കൂടുതൽ പോസ്റ്റ് അടിക്കാനോ കൂടുതൽ യോഗങ്ങൾ നടത്താനോ അതൊന്നും സാധ്യമല്ല. എല്ലാവർക്കും ഒരേ രീതിയിൽ നടത്താൻ കഴിയും. അതുകൊണ്ട് നാഷണൽ പാർട്ടികൾക്ക് ഈ നിലയിലുള്ള ഫണ്ടിങ് ചെയ്തു കൊടുക്കാം എന്നുള്ള നിലയിലാണ് ആ കമ്മീഷൻ ശുപാർശ ചെയ്തത്. ക്യാഷായിട്ട് കൊടുക്കാനേ പാടില്ല. 3, ഗവൺമെൻറ്റിൻ്റെ ധനസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്റ്റേറ്റ് ഫണ്ടിങ് നടത്താവൂ. എന്നാൽ അതോടൊപ്പം തന്നെ ചില ശുപാർശകൾ കൂടി ഇന്ദ്രജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൊടുത്തിരുന്നു. അത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ കൂടി അതിലുണ്ട്. 1, അതാത് മണ്ഡലത്തിലെ 5 വോട്ടർ പട്ടിക സ്ഥാനാർത്ഥികൾക്ക് സൗജന്യമായി കൊടുക്കണം എന്നുള്ളത് ഇന്ദ്രജിത്തിൻ്റെ ശുപാർശയിലെ ഒരു ഭാഗമായി. ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന ആകാശവാണിയിലെയും ദൂരദർശനിലെയും
ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടി നടത്തുന്ന പ്രഭാഷണങ്ങൾ ഇന്ദ്രിയത്തിൻ്റെ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില ശുപാർശകൾ കൂടി അതിനോടൊപ്പം തന്നെ കൊടുക്കുകയും മറ്റൊന്ന് ബാൻ ചെയ്യുകയും കൂടെ ചെയ്യും. കമ്പനികൾ, ഗവൺമെൻറ് കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് നിരോധിക്കുന്നതും ഇന്ദ്രിയത്തിൻ്റെ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ അത് അവസാനിപ്പിക്കാനും ശുപാർശ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ലെവൽ പ്ലേ ഗ്രൗണ്ട് ഒരുക്കുന്നതിന് വേണ്ടി നടത്തിയ ആ പരിശ്രമത്തെ തൊട്ടടുത്ത വർഷം 1999 അട്ടിമറിക്കപ്പെട്ടു. 99 നാഷണൽ ലാ കമ്മീഷൻ നടത്തിയ ശുപാർശയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ സ്റ്റേറ്റ് ഫണ്ടിങ് നൽകിയാൽ മറ്റ് വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ സംഭാവന പിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതെത്ര വരെ കിട്ടും എന്നുള്ളത് ഗവൺമെൻറ് അറിയാനൊക്കെയില്ല. അതുകൊണ്ട് സ്റ്റേറ്റ് ഫണ്ടിങ് നല്ലതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന നിലയിൽ ലാ കമ്മീഷൻ ശുപാർശ കൊടുത്തപ്പോൾ ഇന്ദ്രിയത്തിൻ്റെ ആ റിപ്പോർട്ട് ശുപാർശകൾ വെളിച്ചം കണ്ടില്ല. ഞാൻ ഈ പറഞ്ഞ പരിമിതമായ ചില കാര്യങ്ങൾ മാത്രമായി അത് ഒതുങ്ങുകയാണ് ഉണ്ടായത്. ഫലത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മണി പവർ ആൻഡ് മസിൽ പവർ, പണമുള്ളവനും മെയ്ക്കരുത്ത് കാണിക്കാൻ കഴിയുന്നവൻ്റെ കയ്യിലേക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചുരുങ്ങുന്നു. ഇന്ദ്രിയത്തിൻ്റെ കമ്മിറ്റി ഗവൺമെൻറ് കമ്പനികളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിന് സംഭാവന കൊടുക്കുന്നത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശുപാർശ നൽകിയപ്പോൾ പല കമ്പനികളുടെയും അത് അക്കൗണ്ട് ചെയ്യപ്പെടാതെ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വരികയും ചെയ്തു. പ്രൈവറ്റ് കമ്പനികൾ അതിലും തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങളിൽ ശ്രീ NK ശേഷൻ ഇലക്ഷൻ കമ്മീഷനായിട്ടിരുന്ന സമയത്ത് ചില മാറ്റങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് അക്കൗണ്ട് ചെയ്യാത്ത ഒരു പണവും പ്രൈവറ്റ് കമ്പനികൾക്കും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വന്നു. ആ തെരഞ്ഞെടുപ്പിൻ്റെ പവിത്രതയെ അട്ടിമറിക്കാനാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 2019 മുതൽ ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റം അവർ നടപ്പിലാക്കിയത്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുഖേനയാണ് ആ ഇലക്ട്രൽ ബോണ്ടുകൾ മാറിയിരുന്നത്. ഏത് കമ്പനിയാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ സംഭാവന കൊടുക്കുന്നത് എന്നുള്ളത് ആർക്കും അത് അറിയാൻ കഴിയില്ല. ആകെ അറിയാവുന്നത് കൊടുത്തവർക്കും അത് വാങ്ങിച്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും മാത്രമാണ്. വാങ്ങിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പോലും അതറിയണമെന്നില്ല. അവർക്കറിയാമെങ്കിലും അവരറിയണമെന്നില്ല. ആ ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റത്തിനെതിരായി കോടതിയിൽ കേസ് വന്നപ്പോഴാണ് 2024 സുപ്രീം കോടതി അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് റദ്ദ് ചെയ്തു. പക്ഷേ ആ പരിമിതമായ 5 വർഷം കൊണ്ട് BJP എന്ന രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേടിയെടുത്തത് 6060 കോടി രൂപയാണ് വിവിധ കമ്പനികളിൽ നിന്ന്. ഇന്ത്യയിലെ വിവിധ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് കണക്കും പ്രകാരം അവർ നേടിയെടുത്തത് 6060 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടുകളിൽ അവർ നേടിയെടുത്തത്. ആകെയുള്ള സംഭാവനയുടെ പകുതിയിലധികം ശതമാനം BJPക്ക് മാത്രമായിട്ട് ആ നിലയിൽ കിട്ടുകയുണ്ടായി. അത് കണക്കല്ലാതെ കിട്ടിയേക്കുന്നത് എത്രയോ കൂടി. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് പണത്തിൻ്റെ സ്വാധീനം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അധികാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടി, അവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി കോർപ്പറേറ്റ് കമ്പനികൾ കൊടുക്കുന്ന അനധികൃതമായ ആ പണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ യഥേഷ്ടം ചെലവഴിക്കപ്പെടും. മുമ്പ് നമ്മൾ പണത്തിൻ്റെ സ്വാധീനം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനപ്പുറം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, പാർലമെൻറ്റിലേക്കൊന്നും അങ്ങനെ ആരും ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ് വ്യാപകമായിട്ട് വരുന്നത്. ആ വോട്ടർക്ക് ചിലപ്പം
വോട്ടറുടെ വീട്ടിലേക്ക് എന്നായിരിക്കട്ടെ എന്നും പറഞ്ഞ് 500 1000 ഒക്കെ കൊടുക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അത്രയും വരെയൊക്കെ നടക്കുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയ സ്വാധീനം, പണത്തിൻ്റെ സ്വാധീനം കാശ് കൊടുത്ത് വോട്ടറെ വിലയ്ക്ക് വാങ്ങിക്കുന്നതിലേക്ക് പോയിട്ടില്ല. ഇത് പലതും വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയുന്നതാണെങ്കിലും ആ വിലയ്ക്ക് വാങ്ങിക്കുന്നത് വോട്ടർക്ക് നേരിട്ട് പൈസ കൊടുക്കാം. എന്നാൽ BJP അധികാരത്തിലേക്ക് വന്നപ്പോൾ ഈ വോട്ടർമാർക്ക് കാശ് കൊടുക്കുന്നതൊക്കെ അതൊക്കെ ഒരു പഴങ്കഥയായിട്ട് അവർ മാറ്റി. എന്തിനാ വോട്ടർക്ക് കാശ് കൊടുക്കുന്നേ? വോട്ടർക്ക് കാശ് കൊടുക്കുന്നതിന് പകരം ആര് ജയിച്ചു വന്നാലും ആ ജയിച്ചു വരുന്ന MP-യെ വിലയ്ക്ക് വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ MLA വിലയ്ക്ക് വാങ്ങിച്ചാൽ മതി. അപ്പോൾ എത്രയോ ലാഭം. ഒരു MP-ക്ക് ഇന്ന് കാലിമാറ്റത്തിന് വേണ്ടി BJP കൊടുത്തുകൊണ്ടിരിക്കുന്നത് 20 കോടി മുതൽ 50 കോടി, അതിനപ്പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ അതുവരെ കൊടുത്തുകൊണ്ടിരിക്കുക. അതിനപ്പുറമുള്ള നിരവധി സംഭവങ്ങളുണ്ട്. 2014 ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ യൂണിയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി മണിപ്പൂരിലും ഗോവയിലും BJP സംസ്ഥാന ഗവൺമെൻറ്റുകളെ രൂപീകരിച്ചത് ഈ കാലുമാറ്റത്തിൽ കൂടി മാത്രമാണ്. MLA-മാരെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് മാത്രമാണ് ആ 2 സംസ്ഥാനങ്ങളിലും അവരധികാരത്തിൽ വന്നത്. അവിടെ നാം ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം, കേരളത്തിലെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീ സുരേന്ദ്രൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ സ്വഭാവം വ്യക്തമാക്കുന്നതാണ്. ഞങ്ങൾക്കൊരു 10-35 MLA-മാരെ കേരളത്തിൽ കിട്ടുവാണെങ്കിൽ ഗവൺമെൻറ് ഞങ്ങൾ രൂപീകരിക്കുകയുള്ളൂ. എങ്ങനത് കഴിയും? അതാണ് കോടികൾ മുടക്കിയാൽ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയും. എന്തും വിലയ്ക്ക് വാങ്ങിക്കാം. പണ്ട് സാമ്പൻ കഥാപ്രസംഗത്തിൽ പറയുന്നത് പോലെ അച്ഛനെ അമ്മയെ ആരെ വേണമെങ്കിലും വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയും. ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് പറയുന്നത് പോലെ 35 MLA-മാരെ കിട്ടിയാൽ മതി, ബാക്കി MLA-മാരെ ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചുകൊള്ളാം. ആ പൊളിറ്റിക്സിലേക്ക്, ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഭരണകക്ഷി എന്നത്. BJP-യും അവർ നയിക്കുന്ന ആ വിഭാഗങ്ങളും ആ നിലയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു, 2023 നാരി ശക്തി വന്ദൻ അഭിയാൻ എന്ന് പറയുന്ന സ്ത്രീ സംവരണ നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കി. ആ സ്ത്രീ സംവരണ നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കിയപ്പോൾ ആ പാസ്സാക്കിയ 23 പാസ്സാക്കിയ നിയമം നടപ്പിലാക്കുന്നതിന് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി അവർ 2 കണ്ടീഷൻ വെച്ചിരുന്നു. ഒന്ന്, സെൻസസിൻ്റെ പ്രക്രിയ. 2, ഡീലിമിറ്റേഷൻ. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് 2023 ഈ നിയമം പാസ്സാക്കി കഴിഞ്ഞതിന് ശേഷം വരുന്ന ആ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ 23 നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ നടത്തും, ഈ നിയമം നടപ്പിലാക്കും എന്നാണ്.